RRB ക്രാഷ് 2024 എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു പുതിയ കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഈ ഒരു വീഡിയോ ഒരു ലെക്ചർ വീഡിയോയോ ഒന്നുമല്ല, പക്ഷെ നിങ്ങൾ അത്യാവശ്യമായി കണ്ടിരിക്കേണ്ട ഒരു ക്ലാസ്സാണിത്. ഇതൊരു ക്ലാസ് എന്നതിലുപരി എന്താണ് ഈ ഒരു കോഴ്സ്, ഇതുകൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇതിൻ്റെ ഒരു സ്ട്രക്ചർ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യമായിട്ട് പറയാനുള്ളത്, ഇതൊരു ക്രാഷ് കോഴ്സാണ്. ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് ആ എക്സാമിന് വേണ്ടി റെഡി ആവുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഇത്. അപ്പോൾ ബേസ് മുതലുള്ള അഡ്വാൻസ്ഡ് ലെവൽ വരെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ലൈവ് ക്ലാസ്സിലൂടെ അവതരിപ്പിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്യാം, പക്ഷേ അതിന് കുറേ അധികം സമയം വേണം. അത്രയും സമയം നമുക്കില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിനെ, നമ്മുടെ ഈ ഒരു ക്രാഷ് കോഴ്സ് പ്രോഗ്രാമിനെ 2 സെക്ഷനുകളായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ബേസ് ക്ലാസ്സുകൾ. ഓരോ ടോപ്പിക്കിൻ്റെ ഇപ്പം ഉദാഹരണം പറയുവാണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലേക്ക് വരുമ്പോൾ പെർസെൻറ്റേജ്, റേഷ്യോ, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സിംപ്ലിഫിക്കേഷൻ, അപ്രോക്സിമേഷൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തുടങ്ങി അറിഞ്ഞിരിക്കേണ്ട കുറേ അധികം കാര്യങ്ങളുണ്ട്. അപ്പം അതിൻ്റെ എല്ലാം ബേസ് ക്ലാസ്സുകൾ, അതിൻ്റെ എല്ലാം ബേസ് ക്ലാസ്സസ് നമ്മൾ റെക്കോർഡഡ് സെഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തരും. അതായത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള ബേസ് ക്ലാസ്സസ് വീഡിയോ 1.5 മണിക്കൂർ വീതമുള്ള സെഷനുകളായിട്ട് അത് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അത് കണ്ട് ബേസ് ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. അതെന്താണെന്ന് ആ ഓരോ ക്ലാസ്സുകൾ, ആ ഓരോ വീഡിയോസും കണ്ട് നോട്ട് എഴുതി കൃത്യമായി പഠിക്കുക. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ചേർക്കാം, അത് കാണാതെ ഇരിക്കാം, പക്ഷേ അത് നിങ്ങളെ വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യും. സോ ആ ബേസ് ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. അതാണ് ആദ്യത്തെ സെഷൻ. അപ്പം ഈ ബേസ് ക്ലാസ്സുകളോടൊപ്പം തന്നെ ഇതിൻ്റെ ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. ഇനി എന്താണ് ലൈവ് ക്ലാസ്സസ്? അവിടെ ഈ ബേസ് ടോപ്പിക്കുകളൊന്നും തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതല്ല. അവിടെ ഈ ബേസ് കാര്യങ്ങളൊന്നും പറഞ്ഞ് നമ്മളുടെ സമയം കളയത്തില്ല. അവിടെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ, RRB PO ക്വസ്റ്റ്യൻസ്, RRB ക്ലറിക്കൽ ക്വസ്റ്റ്യൻസ്, മെയിൻസ് ലെവൽ ചോദ്യങ്ങൾ, അപ്പോൾ അങ്ങനെയുള്ള ക്ലാസ്സുകളായിരിക്കും ലൈവ് ക്ലാസ്സിലൂടെ പോകുക. എങ്കിൽ മാത്രമേ ഞാൻ ഉദ്ദേശിച്ചൊരു ഫലം ഈ കോഴ്സ് കൊണ്ട് കിട്ടത്തുള്ളൂ. എനിക്കിത് വെറുതെ കുറേ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്താലേ കുറേ ക്ലാസ് എടുത്ത് സമയം തീർക്കുക എന്നുള്ളതല്ല. മെയിൻ എക്സാം ആകുമ്പോഴേക്കും നിങ്ങളെ അതിന് റെഡിയാക്കി എടുക്കണം. പ്രിലിം എക്സാമിന് മുൻപ് നിങ്ങൾക്ക് കുറേ അധികം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എക്സാമിനേഷൻ ഹാളിലേക്ക് പോകാനായിട്ട്. അപ്പം RRB പ്രിലിംസ് എന്ന് പറയുമ്പം അതിൽ ഇംഗ്ലീഷ് ഇല്ല. പ്രിലിംസിന് ഇംഗ്ലീഷ് ഇല്ല, പക്ഷേ മെയിൻസിന് ഇംഗ്ലീഷ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇംഗ്ലീഷും നമ്മുടെ കൺസിഡറേഷനാണ്, ജനറൽ അവയർനെസ്സും നമ്മുടെ കൺസിഡറേഷനാണ്. കാരണം ജനറൽ അവയർനെസ് ക്ലാസ്സുകളും നമ്മൾ ഇപ്പോഴേ അത് ശ്രദ്ധിക്കണം. കാരണം എല്ലാവരും സാധാരണ പൊതുവെ കുട്ടികൾക്കുള്ള ഒരു തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഈ മെയിൻസ് എക്സാം ആയിട്ട് അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ പ്രിലിംസിന് ശേഷം, പ്രിലിംസ് കഴിഞ്ഞിട്ടല്ലേ മെയിൻസ്, അപ്പോൾ പ്രിലിംസ് കഴിഞ്ഞിട്ട് ഞാൻ മെയിൻസിന് വേണ്ടി പഠിച്ചു തുടങ്ങാം എന്നാണ് പലരും ചിന്തിക്കുന്നത്. ഏറ്റവും വലിയൊരു അബദ്ധധാരണയാണത്. കാരണം നിങ്ങൾ പ്രിലിമിനറി എക്സാമിന് പഠിച്ചു കഴിഞ്ഞ്, അല്ലെങ്കിൽ പ്രിലിമിനറി എക്സാം കഴിഞ്ഞ് നിങ്ങൾക്കൊരു 6 മാസം കഴിഞ്ഞിട്ടല്ല മെയിൻ എക്സാം വരിക. 30 ദിവസം കിട്ടിയാലായി എന്നേ ഉള്ളൂ. ചിലപ്പോൾ 20 ദിവസം കഴിയുമ്പോഴേക്കും മെയിൻ എക്സാം വരും. അപ്പോൾ ആ ഒരു ഷോർട്ട് സ്പാനിനകത്തിൽ ബാങ്കിൻ്റെ മെയിൻ എക്സാം എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന ജനറൽ അവയർനെസ് സെക്ഷൻ, പലർക്കും സെക്ഷണൽ കട്ട് ഓഫ് കയറാത്തത് ഈ ജനറൽ അവയർനെസ്സിനാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചോദ്യങ്ങൾ വളരെ ടാക്റ്റിക്കലായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. വെറുതെ കുറേ കറണ്ട് അഫയേഴ്സ്, അവിടുത്തെ മുഖ്യമന്ത്രി ആരാ, അവിടുത്തെ പ്രധാനമന്ത്രി ആരാ, പ്രധാനമന്ത്രി ഈയിടെ ഒപ്പുവെച്ച എഗ്രിമെൻ്റ് ഏതാ, ഇത് മാത്രം പഠിച്ചുകൊണ്ട് പോയിട്ട് യാതൊരു കാര്യവുമില്ല. ആഴത്തിലുള്ള വായന ഉണ്ടാവണം. സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പം ആ പ്രിപ്പറേഷൻ നിങ്ങൾ ബാങ്കിലൊരു ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്ന നിമിഷം മുതൽ തന്നെ നിങ്ങൾ ആദ്യം മേടിക്കേണ്ടത്, എന്നാണോ നിങ്ങൾക്ക് ബാങ്കിലൊരു ജോലി വേണമെന്ന് ആഗ്രഹം തോന്നുന്നത്, അന്നത്തെ ഹിന്ദു പത്രം മുതൽ നിങ്ങൾ വായിച്ചു തുടങ്ങണം എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കാരണം കറണ്ട് അഫയേഴ്സിന് അത്രയധികം ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കണം. നമ്മുടെ ആപ്ലിക്കേഷനിൽ എല്ലാ ദിവസവും കറണ്ട് അഫയേഴ്സ് എക്സാം ഉണ്ട്. ആ തൊട്ട് മുമ്പത്തെ ദിവസത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 10 ചോദ്യങ്ങൾ വെച്ച് എല്ലാ ദിവസവും നമ്മൾ കറണ്ട് അഫയേഴ്സ് കൊടുക്കുന്നുണ്ട്. അതേപോലെ അതെല്ലാം നോട്ട് ചെയ്ത് വെക്കുകയും, അതുപോലെ എല്ലാ ദിവസവും കൃത്യമായി ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കുകയും, നമ്മുടെ ക്ലാസ്സിൽ വരുന്ന കുട്ടികൾക്ക് നമ്മൾ അസൈൻമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഹിന്ദു ന്യൂസ് പേപ്പറിൽ നിന്ന് വെച്ച് നിങ്ങൾ ചെയ്യേണ്ട അസൈൻമെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. വെക്കാബുലറി സെക്ഷനിലും ജനറൽ അവയർനെസ് സെക്ഷനിലും ഒക്കെ ധാരാളം അസൈൻമെൻറ്റുകൾ നമ്മൾ കൊടുക്കാറുണ്ട്.
അപ്പോൾ അതൊക്കെ ഇപ്പോൾ മുതലേ നിങ്ങൾ പഠിച്ചു തുടങ്ങണം. ഒരു ബാങ്ക് എക്സാമിന് തയ്യാറെടുക്കുന്ന ഒരു കുട്ടി ആദ്യമേ പഠിച്ചു തുടങ്ങേണ്ടത് ജനറൽ അവയർനെസ് ആണ്. പക്ഷേ എല്ലാവരും ആദ്യമേ കയറി പിടിക്കുന്നത് മാത്സിലോട്ടാണ്. മാത്സും റീസണിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പ്രിലിംസ് എക്സാം കഴിയുമ്പോൾ മാത്രം എന്തിനെപ്പറ്റി ചിന്തിക്കുന്നു? ജനറൽ അവയർനെസ്സിനെ പറ്റി ചിന്തിക്കുന്നു. മെയിൻസ് എക്സാമും കഴിഞ്ഞതിന് ശേഷമാണ് പലരും ഇൻ്റർവ്യൂവിനെ പറ്റി ചിന്തിക്കുന്നത്. ക്ലർക്കിന് ഇൻ്റർവ്യൂ ഇല്ല, ഓക്കെ, പക്ഷേ PO പോസ്റ്റുകൾക്ക് ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂവിനെ പറ്റി ചിന്തിക്കുന്നതും ഗ്രൂപ്പ് ഡിസ്കഷനെ പറ്റി ചിന്തിക്കുന്നതും ഒക്കെ എല്ലാം അതിൻ്റെ തലേ ദിവസം ആണ് അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ 11-ാം മണിക്കൂറിലത്തെ പഠിത്തം എന്ന് പറയും. അപ്പോൾ ആ ഒരു രീതി മാറണം. സോ ജനറൽ അവയർനെസ് ഇപ്പോൾ മുതലേ നിങ്ങൾ പഠിച്ചു തുടങ്ങണം. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. ആദ്യം നിങ്ങൾക്ക് റെക്കോർഡഡ് സെഷൻസ് ഉണ്ടാവും. അതിനുശേഷം ലൈവ് ക്ലാസ്, എന്നും ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കത്തില്ല. ലൈവ് ക്ലാസ്സിൻ്റെ ഷെഡ്യൂളുകൾ ഞാൻ മുൻകൂട്ടി നിങ്ങളെ അറിയിക്കും. അതനുസരിച്ച് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. 7:30 മുതൽ 9 മണി വരെ ആയിരിക്കും ലൈവ് ക്ലാസ്സുകൾ വരിക. അപ്പോൾ അത് പ്രത്യേകം സെഷനുകളാണ് ലൈവ് ക്ലാസ് വരിക. അത് കൃത്യമായിട്ട് ആ സെഷനിൽ ജോയിൻ ചെയ്യുക. ഇൻ കേസ് ആ സെഷനിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെയും റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ആ ലൈവ് ക്ലാസ്സുകൾ മിസ്സാക്കരുത് എന്ന് തന്നെ ഞാൻ പറയും. കഴിവതും അത് മിസ്സാക്കാതെ തന്നെ നിങ്ങൾ ആ ക്ലാസ്സിൽ കയറാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കോഴ്സിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഇനി കോഴ്സിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ ജോയിൻ ചെയ്യാം? ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നമ്മുടെ ആപ്പിലെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ സെക്ഷനിലാണ്. ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാം. നിങ്ങൾ കോഴ്സിലേക്ക് ചെല്ലുമ്പോൾ ബൈ നൗ ഓപ്ഷൻ കാണും. അവിടെ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. EMI ഓപ്ഷനൊക്കെ ഉണ്ട്. ക്രെഡിറ്റ് കാർഡ് EMI ഓപ്ഷനൊക്കെ അവൈലബിൾ ആണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിതിലേക്ക് ക്ഷണിക്കുന്നത് ആരെയാണ് എന്ന് ചോദിച്ചാൽ, ആർക്കു വേണ്ടിയാണ് ഞാനിത് തുറന്നു വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ ഒരു കോഴ്സിനെ അല്ലെങ്കിൽ ഈ ഒരു എക്സാമിനെ അത്രത്തോളം സീരിയസ് ആയിട്ട് കാണുകയും ഈ ബാങ്കിൽ ജോലി എന്നുള്ളത് എൻ്റെ ഉറച്ച തീരുമാനമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളിനെയുമാണ് ഞാൻ ഈ ഒരു കോഴ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഒരു ക്രാഷ് കോഴ്സിൽ ചേർന്നാൽ പിന്നെ എല്ലാം ജയകൃഷ്ണൻ സാറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, സാറ് നമുക്ക് ജോലി വാങ്ങിച്ച് തരും എന്ന് പറഞ്ഞു വരുന്നവർ ദയവായി ഈ വീഡിയോയ്ക്ക് ശേഷം ബാക്ക് അടിച്ച് പോവുക. എൻ്റെ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞാലും എനിക്കൊരു കുഴപ്പവുമില്ല. ജയകൃഷ്ണൻ സാറ് നിസ്സഹായനാണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്കൊരു സ്പേസ് ഉണ്ടാക്കി തരാൻ പറ്റും, നിങ്ങൾക്കൊരു ഗൈഡൻസ് തരാൻ പറ്റും, നിങ്ങൾക്ക് ഒരു അറ്റ്മോസ്ഫിയർ ഒരുക്കി തരാൻ എന്നെ കൊണ്ട് പറ്റും. അവിടെ ഇരുന്ന് അത് യൂട്ടിലൈസ് ചെയ്ത് അതിനു വേണ്ടി നിങ്ങളുടെ 100 അല്ല 101% എഫേർട്ട് എടുക്കാൻ തയ്യാറുള്ള ഏതൊരു വ്യക്തിക്കും, മോഹൻലാൽ ഏതോ ഒരു സിനിമയിൽ പറയുന്ന പോലെ പൂ പറിക്കുന്നത് പോലെ നിസ്സാരമാണ് നിങ്ങൾക്കൊരു ജോലി കിട്ടുക എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ അതിനെടുക്കേണ്ട എഫേർട്ട് അത്ര വലുതായിരിക്കണം. സോ അതുകൊണ്ട് ആ രീതിയിൽ എഫേർട്ട് എടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മക്കളെ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്തോളൂ. ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഈ ഒരു ചെറിയൊരു എമൗണ്ട് നിങ്ങൾ കൊടുക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ജീവിതകാലം വരെ 60 വയസ്സ് വരെ 70,000 രൂപയോളം സ്റ്റാർട്ടിംഗ് സാലറി ഉള്ള ഒരു ജോബ്, നിങ്ങളുടെ 60ാമത്തെ വയസ്സിൽ നിങ്ങളുടെ സാലറി എത്ര ആയിരിക്കുമെന്ന് എനിക്ക് പോലും ഇപ്പോൾ പ്രവചിക്കാൻ പറ്റത്തില്ല. അത്ര വലിയൊരു ഹ്യൂജ് ഫിഗർ ആയിരിക്കും അത്. സോ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ വിചാരിച്ചാൽ ഈസി ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഇതിനു വേണ്ടി തുനിഞ്ഞിറങ്ങുക എന്ന വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കും. തുനിഞ്ഞിറങ്ങുക എന്ന് പറയുമ്പോൾ പിന്നെ ഒന്നും നോക്കാനില്ല, മുന്നോട്ട് തന്നെ. സോ ആ രീതിയിൽ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമാവുക. ഓക്കെ, അപ്പം ഇന്ന് മുതൽ നമ്മൾ വലിയൊരു യുദ്ധത്തിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ വലിയൊരു റേസിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ മുന്നേറുക അല്ലെങ്കിൽ ഏറ്റവും മുന്നിലെത്തുക എന്നതിനപ്പുറം മറ്റൊരു ചിന്തയും നമുക്ക് പാടില്ല. സോ ആ രീതിയിൽ എല്ലാവരും വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സെഷൻ ഇതൊരു ഇൻട്രൊഡക്ഷൻ സെക്ഷനാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സെഷൻ ഞാൻ അവസാനിപ്പിക്കുന്നു. സോ ധൈര്യമായിട്ട് എല്ലാവർക്കും ഈ കോഴ്സിലേക്ക് വരാം. സോ അതിന് തുനിഞ്ഞിറങ്ങിയിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം.